വാർത്തയിലേക്ക്. ശബരിമലയിലെ കൊടിമര നിർമ്മാണത്തിൽ കേസെടുക്കാനാകുമോ എന്ന് SIT പരിശോധിക്കും. വാഹനം കൊണ്ടുപോയതിൽ അടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകും. സ്വർണത്തിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയ VSSCയുടെ റിപ്പോർട്ട് കൊല്ലം വിജിലൻസ് കോടതി SITക്ക് കൈമാറി. സിജോ ബിജോണാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സിജോ, ഈ കേസിൽ എങ്ങനെയാണ് കേസെടുക്കാനുള്ള ശ്രമം എങ്ങനെയാണ് SITയുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് പോകുന്നത്? ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്തുന്നത്. അതിൽ പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. ഈ കൊടിമരം പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വൻതോതിൽ പിരിവ് നടത്തിയിട്ടുള്ള സൂചനകളും ഒക്കെ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ കൂടുതലായി പരിശോധിക്കുകയാണ്. ഇതിൽ കേസെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ SITയുടെ ആലോചന. അതിൽ കുറച്ച് വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഹൈക്കോടതി ഇക്കാര്യം അറിയിക്കും. തുടർന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇതിൽ കേസെടുക്കുക. സ്വാഭാവികമായി കേസ് വന്നാൽ യുഡിഎഫിനും അതൊരു വലിയ തിരിച്ചടിയാകും. കാരണം ഈ ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊണ്ടുപോയിരിക്കുന്നത് LDF സർക്കാർ ഭരിക്കുന്ന കാലത്ത് ആണ് കൊണ്ടുപോയിരിക്കുന്നത്. സർക്കാരിന് നേരിട്ട് പങ്കില്ലെങ്കിലും ആ കാലഘട്ടത്തിലാണ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത് വലിയ പ്രചാരണ വിഷയമാക്കി UDF ഉയർത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിനു മുമ്പ് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്തുള്ള ഇടപാടിനെ കുറിച്ച് കേസ് വരുന്നത് അവർക്ക് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നുണ്ട്. സുജോ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ശങ്കർദാസിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ. ജയിലിൽ നിന്നുള്ള ഡോക്ടർമാർ ശങ്കർദാസിനെ പരിശോധിച്ചിരുന്നു. അതിന്റെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്? ഈ നടപടിക്രമം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് സിജോ? ശങ്കർദാസിനെ ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത്. നേരത്തെ 14 ദിവസത്തേക്കായിരുന്നു ശങ്കർദാസിനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നത്. അത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷമാണ് കോടതി അദ്ദേഹത്തിന്റെ ആരോഗ്യനില പരിശോധിച്ച് തീരുമാനമെടുക്കാൻ ഡോക്ടർമാരെ ചുമതലപ്പെടുത്തുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നുള്ള ഡോക്ടർമാർ അവിടെ എത്തി പരിശോധന നടത്തുന്നത്. കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം ജയിലിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവസരത്തിൽ അടുത്തത് കോടതി നോക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും മറ്റു ഹോസ്പിറ്റലിലേക്ക്, ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ആരോഗ്യസ്ഥിതിയാണോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ അങ്ങോട്ട് മാറ്റുന്നതിൽ അത്തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നമില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതായത് തീർത്തും ആരോഗ്യ പ്രശ്നമില്ല എന്നല്ല ഞാൻ സൂചിപ്പിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനി മെഡിക്കൽ കോളേജിലായിരിക്കും ഇതിന്റെ തുടർ ചികിത്സ ഉണ്ടാവുക. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ശങ്കർദാസ് ആശുപത്രിയിലാണ്, തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത്. പക്ഷാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹം ചികിത്സയിലായിരുന്നത്. ICUലൊക്കെയാണ് ചികിത്സയിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിലിരിക്കുന്ന പരിഗണനയിലിരിക്കുന്ന സമയത്താണ് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നത്. എന്തുകൊണ്ടാണ് KP ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകുന്നത് എന്നുള്ളത് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനമുണ്ടായിരുന്നു. സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള A. പത്മകുമാർ 52 ദിവസമായി ജയിലിൽ കിടക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള N. വിജയകുമാറും കേസിൽ അറസ്റ്റിലായി. ഇവിടെ ഒരു ഒരാളെ കേസിൽ പ്രതിയേർക്കപ്പെട്ടതിന് പിന്നാലെ ആശുപത്രിയിൽ പോയതാണ്. പിന്നീട് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഒരു IPS ഉദ്യോഗസ്ഥന്റെ അച്ഛനായതുകൊണ്ടാണോ അറസ്റ്റ് ചെയ്യാത്ത എന്നുള്ള വിമർശനങ്ങളൊക്കെ കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലിരിക്കുന്ന സമയത്ത് പോലും ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നത്. അതിനുശേഷം പിന്നീട് ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ജയിലിലേക്ക് മാറ്റിയില്ല. പക്ഷേ ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനി KP ശങ്കർദാസിനെ ചികിത്സ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരിക്കും.